Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് അല്ലേ, ഓരോ എങ്ങനെയൊക്കെയാണ് ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യുക എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായി അല്ലേ. നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവും, നമുക്കറിയാം അല്ലേ. ബാങ്കുകൾ പല രീതിയിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡൊമൈസൽ അല്ലെങ്കിൽ നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ ഫോറിൻ ബാങ്കുകളിൽ നിന്നും ഡൊമസ്റ്റിക് ബാങ്ക് അല്ലെങ്കിൽ നാഷണൽ ബാങ്കുകളിൽ നിന്നും നമുക്ക് തരംതിരിക്കാം അല്ലേ. അതുപോലെ തന്നെ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ലൊക്കേഷൻ അടിസ്ഥാനത്തിൽ അത് റൂറൽ ബാങ്കുകളായിട്ടും അർബൻ ബാങ്കുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാൻ പറ്റും. ഇല്ല, എന്ത് പർപ്പസ് ആക്ടിവിറ്റി ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, അതിന് നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ, ഓക്കെ, അഗ്രികൾച്ചറൽ ബാങ്കുകൾ, ഇങ്ങനെ പലതരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോറെക്സ് ബാങ്ക് അല്ലെങ്കിൽ എക്സിം ബാങ്ക്, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെയാണ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ. എന്താണത്? ദാറ്റ് ഈസ് പബ്ലിക് സെക്ടർ, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ബാങ്കുകളിനെ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയും. അതല്ലാത്ത പ്രൈവറ്റ് ഓണർഷിപ്പുള്ള ബാങ്കുകളെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറയും അല്ലേ. ഇത് ജോയിൻ്റ് ആയിട്ട് ഉള്ള ഓണർഷിപ്പുള്ള ബാങ്കുകളും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് തരംതിരിക്കാം. ദെൻ ടെക്നോളജിയുടെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം ബാങ്കുകൾ ഒരേ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ച് മുമ്പ് വരെ ഒരു ഡിമാർക്കേഷൻ ഉണ്ടായിരുന്നു. ഓൾഡ്, പഴയ രീതിയിലുള്ള ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ടായിരുന്നു, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് ഒക്കെ ചെയ്യുന്ന അല്ലേ, ടെക്നോളജിക്കൽ സപ്പോർട്ടോടുകൂടി ബാങ്കിങ് ചെയ്യുന്ന ബാങ്കുകളെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയും. അല്ലാതെ ട്രഡീഷണലി ഉണ്ടായിരുന്ന ബാങ്കുകളെ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ട്രഡീഷണൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. ക്ലിയർ? അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ തന്നെ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. ക്ലിയർ? ദെൻ ഇപ്പോൾ മിക്കവാറും എല്ലാ ബാങ്കുകളും ടെക്നോളജി ഓറിയൻറ്റഡും, അതായത് ന്യൂ ജനറേഷൻ ബാങ്കുകളും ഓൾഡ് ജനറേഷൻ ബാങ്കുകളും രണ്ടും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടാണ് ബാങ്കിങ് സർവീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷൻ. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി, ബാങ്ക് റെഗുലേഷൻ്റെ ഭാഗമായി ബാങ്കുകൾ തരംതിരിക്കുന്ന സമയത്ത് അതിന് ഷെഡ്യൂൾഡ് ബാങ്കുകളെന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണെങ്കിലും ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു മാത്രം. ഷെഡ്യൂൾഡ് ബാങ്ക് എന്താ? RBIയുടെ RBI ആക്ട് അനുസരിച്ചിട്ട് RBIയുടെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകളെ, അതിന് ചില മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയും. ക്ലിയർ? അതല്ലാത്ത ബാങ്കുകൾ നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒരു ടൈപ്പായിട്ട് നമുക്ക് പറയാം, കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കണ്ടേ. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സി അബൌട്ട് ദി മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കസ്റ്റമർ. So what is a customer? Who is a customer? So the term customer is not defined by statute. സ്റ്റാറ്റ്യൂട്ട് നിയമത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിലും generally a person who has an account with a bank is considered as a customer. അല്ലേ, ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ള ഒരാളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ടു ഗെറ്റ് ദ മീനിങ് ഓഫ് ദ ടേം we have to depend upon the views expressed by well-known authorities, clear, and the verdicts of various judicial decisions. അപ്പോൾ ചില കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ ബാങ്കിങ്, ഫിനാൻസ് എന്നുള്ള മേഖലകളിലൊക്കെ അതോറിറ്റി ആയിട്ടുള്ള ചില വ്യക്തികൾ അല്ലേ, അവരുടെയൊക്കെ ഒപ്പീനിയനിൽ ആരാണ് ഒരു കസ്റ്റമർ നമുക്ക് നോക്കാം. സോ അക്കോർഡിംഗ് ടു സർ ജോൺ പാജറ്റ്, അദ്ദേഹം കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്, to constitute a customer there must be some recognizable course or habit of dealing in the nature of regular banking business. Clear? അപ്പോൾ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കസ്റ്റമർ, ഒരു കസ്റ്റമർ എന്ന് പറയണമെങ്കിൽ, ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ എന്ന് പറയണമെങ്കിൽ, ക്ലിയർ, എന്ത് ചെയ്തിരിക്കണം? സം റെക്കഗ്നൈസബിൾ കോഴ്സ് ഓർ ഹാബിറ്റ് ഓഫ് ഡീലിംഗ്. ക്ലിയർ? ബാങ്കിൻ്റെ ഓർഡിനറി ബിസിനസ്സിൽ, റെഗുലർ ബാങ്കിങ് ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡീലിങ്സ്, clear, habit of dealing means conducting certain transaction, clear, or recognizable course of action, clear, അങ്ങനെ ചെയ്യുന്ന ഒരാളെ മാത്രമേ നമുക്ക് ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറയാൻ പറ്റൂ. ക്ലിയർ? ബാങ്കിൽ പോയി എന്നതുകൊണ്ട് മാത്രം ബാങ്കിൻ്റെ കസ്റ്റമർ ആവില്ല. ക്ലിയർ? അപ്പോൾ ഒരു റെക്കഗ്നൈസബിൾ കോഴ്സ് ഓഫ് ഹാബിറ്റ് ഉണ്ടാവുക, ഓർ ഡീലിങ്സ് ഉണ്ടാവുക, ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക, അവർ നമുക്ക് കസ്റ്റമർ എന്ന് പറയാം. ക്ലിയർ? ദാറ്റ് so according to the view expressed by John Patchett, clear,
to become a customer of a bank, the following two conditions should be satisfied. എന്തൊക്കെയാണത്? Number 1, there must be some recognizable cause of or habit of dealing between him and the bank. അല്ലേ, ബാങ്കും വ്യക്തിയും തമ്മിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഡീലിങ്സ് ഉണ്ടായിരിക്കണം. ക്ലിയർ? റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള, ക്ലിയർ, അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, ക്ലിയർ, ഒരു ഹാബിറ്റ് ഓഫ് ഡീലിംഗ്, റെഗുലർ ആയിട്ടുള്ളൊരു ഡീലിംഗ് ഉണ്ടായിരിക്കുക. നമ്പർ 2, ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഇൻ ദ നേച്ചർ ഓഫ് റെഗുലർ ബാങ്കിങ് ബിസിനസ്. ക്ലിയർ? ആ ട്രാൻസാക്ഷൻ എങ്ങനെയുള്ളതായിരിക്കണം? റെഗുലർ ആയിട്ടുള്ള ബാങ്കിങ് ബിസിനസ്. ക്ലിയർ? ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ലെൻഡിങ് ഓഫ് മണിയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലേ, അങ്ങനെ ആ രീതിയിൽ റെഗുലർ ബാങ്കിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഒരു കസ്റ്റമർ എന്നുള്ള ഡെഫിനേഷനിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ in the opinion of Dr. H.L. Hurt, clear, the customer is one who has an account with the banker or for whom a banker habitually deals or undertakes to act as such. Clear? ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കസ്റ്റമർ എന്ന് പറയാം. അല്ലെങ്കിലോ ഒരു ബാങ്കർ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ ബാങ്കറായിട്ട് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വ്യക്തിയെ കസ്റ്റമറായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ദ ഡീലിങ്സ് ബിറ്റ്വീൻ പേഴ്സൺസ് ആൻഡ് ദ ബാങ്ക് ഷുഡ് ബി ഇൻ ദ നേച്ചർ ഓഫ് എ റെഗുലർ ബാങ്കിങ് ബിസിനസ്. ഇതൊക്കെ കാണിക്കുന്നത് ഈ ടേമാണ് കേട്ടോ. എന്താണത്? ഡീലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? റെഗുലർ ബാങ്കിങ് ബിസിനസ്, അതിൽ ട്രാൻസാക്ഷൻ ഉള്ള, ഡീലിംഗ് ഉള്ള, ക്ലിയർ, വ്യക്തികളെയാണ് നമ്മൾ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ? ദാറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സോ ലെൻഡിങ് മണിയോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം കസ്റ്റമർ. സോ ഇഫ് ദി ട്രാൻസാക്ഷൻ ഈസ് ഇൻ ദ നേച്ചർ ഓഫ് കാഷ്വൽ ബാങ്കിങ് ബിസിനസ്, then the person cannot be treated as a consumer, clear, or customer of a bank. അല്ലേ, ഒക്കേഷണലി നടക്കുന്ന ഏതോ ഒരു ട്രാൻസാക്ഷനിൽ ബാങ്കിൽ പോയി ഒരു ട്രാൻസാക്ഷൻ നടത്തി, അതുകൊണ്ട് അയാൾ കസ്റ്റമർ ആവില്ല. ക്ലിയർ? അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ബാങ്കിങ്ങിൽ അക്കൗണ്ട് ഉണ്ടാവുകയോ ഡീലിംഗ് നടത്തുകയോ ചെയ്യുമ്പോൾ ഒരാളെ കസ്റ്റമർ എന്ന് പറയാം. So for example, a person without a bank account in his name may remit money through a bank, clear, by way of taking a demand draft. ബാങ്കിൽ പോയി DD എടുത്തു, അതുകൊണ്ട് കസ്റ്റമർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ? ഒരു ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതാണ് റെമിറ്റൻസ്, ഫണ്ട് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ. ക്ലിയർ? ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആർക്കും ചെയ്യാൻ പറ്റും, അത് കസ്റ്റമർ ആവണമെന്നില്ല. ക്ലിയർ? സോ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് ഇൻ ദ റെഗുലർ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആൻഡ് ഹെൻസ് ദ പേഴ്സൺ ഈസ് നോട്ട് termed as a customer. Clear? So thus, to become a customer, the following essential conditions should be fulfilled. Number 1, a person should be open an account with bank in his name. Clear? അയാളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. Clear? Then dealing between the banker and customer should be in the nature of regular banking business. Clear? Regular ആയിട്ടുള്ള accepting deposits അല്ലെങ്കിൽ lending money, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റെഗുലർ ബിസിനസ് ഉണ്ടായിരിക്കണം. Then bank has different types of customer. ക്ലിയർ? പ്രധാനമായിട്ടും എന്താ? റെഗുലർ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ട്. ക്ലിയർ? റെഗുലർ ആയിട്ടുള്ള റെമിറ്റൻസും അതുപോലെ തന്നെ വിഡ്രോവൽസും ഡിപ്പോസിറ്റ്സും ഒക്കെ നടക്കുന്ന റെഗുലർ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ദെൻ പേ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ക്ലിയർ? പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്. ക്ലിയർ? സോ പേ അക്കൗണ്ട് ഹോൾഡേഴ്സ്, അല്ലേ, സാലറി അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ? ഇതിന് സാലറി അക്കൗണ്ട് എന്ന് പറയാം. പേ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ പെൻഷൻ റിസീവ് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടെയായിരിക്കും അതുണ്ടാവുക. ക്ലിയർ? ദെൻ കസ്റ്റമർ ഫോർ ഫിനാൻസിങ് സ്കീംസ് ലൈക്ക് ഹൗസിംഗ് ആൻഡ് കാർ ലീസിങ്. ക്ലിയർ? ഇപ്പോൾ ചില സ്കീംസ് അനുസരിച്ച് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹൗസിംഗ് ലോണോ ഹൗസിംഗ് സ്കീമോ അല്ലെങ്കിൽ കാർ ലീസിങ്ങോ അല്ലെങ്കിൽ കാർ ലോണോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്കീം അനുസരിച്ചുള്ള അക്കൗണ്ട് ഉണ്ടാവുക. ക്ലിയർ? ദെൻ ഇൻവെസ്റ്റേഴ്സ്, ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾ. ക്ലിയർ? ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്. ദെൻ ബിസിനസ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ക്ലിയർ? ബിസിനസ് നമുക്കറിയാം അല്ലേ, ബിസിനസ് ഫേമുകൾക്ക് കറണ്ട് അക്കൗണ്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് അക്കൗണ്ട് ഉള്ള ആളുകൾ, ഇവരെല്ലാം നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? അക്കൗണ്ട് ഹോൾഡേഴ്സായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതെല്ലാം റെഗുലർ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ്. എ ബാങ്കർ ഹാസ് എ സർട്ടൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ക്ലിയർ? ഇപ്പോൾ ബാങ്കുകളുടെ കസ്റ്റമേഴ്സ് നമ്മൾ നേരത്തൊരു വീഡിയോ നമുക്ക് അയച്ചു തന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഒരുപക്ഷെ കസ്റ്റമർ എന്താണ്, അതിൻ്റെ ഡെഫിനിഷനും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ക്ലിയർ? അപ്പോൾ കസ്റ്റമേഴ്സ് സാധാരണ ഓർഡിനറി കസ്റ്റമേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. ക്ലിയർ? ഇപ്പോൾ സാധാരണ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഒക്കെ ഓർഡിനറി കസ്റ്റമേഴ്സാണ്. ക്ലിയർ? പക്ഷേ ഒരു ബാങ്കിൻ്റെ നേച്ചർ അനുസരിച്ച് ബാങ്കുകൾക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ടാവാം. ആരെയാണ് നമ്മൾ ഒരു ബാങ്കിൻ്റെ സ്പെഷ്യൽ കസ്റ്റമേഴ്സായിട്ട് പറയുക? ചില പ്രത്യേക തരത്തിലുള്ള അക്കൗണ്ടുകളുള്ള, അല്ലേ, ചില കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിന് ചില പ്രത്യേക നേച്ചർ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ടുകളെ നമ്മൾ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ
നേച്ചർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയും. ക്ലിയർ? അങ്ങനെയുള്ള സ്പെഷ്യൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? അതിൽ വരുന്ന ആൾക്കാരാണ് മൈനേഴ്സ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ. 18 years ഓഫ് ഏജിൽ കുറവായിട്ടുള്ള ആൾക്കാരെയാണ് മൈനേഴ്സ്. അപ്പോൾ മൈനേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലേ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് ഇതിനെ സ്പെഷ്യൽ കാറ്റഗറി അക്കൗണ്ട്സ് ആയിട്ട് പറയുന്നത്. അതുപോലെ മാരീഡ് വുമൻസ്. ക്ലിയർ? ഒരു മാരീഡ് വുമൻസിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ള അതിൻ്റെ വിഡ്രോൾസ്, അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ഡെപ്പോസിറ്റ്, ക്ലിയർ, അതിൻ്റെ ക്ലെയിംസ്, ക്ലിയർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബാങ്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൈ clear accounts operated by or opened by married women are treated as a special type of customer account. Clear? Then agents. അല്ലേ? ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താ, ആരാണ് ഏജന്റ് എന്ന് നമുക്കറിയാം അല്ലേ. നിങ്ങൾ ബിസിനസ് റെഗുലേഷനിലൊക്കെ പഠിക്കുന്നുണ്ടാവും. ക്ലിയർ? ഏജന്റ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി. ക്ലിയർ? ഏജന്റ് എന്താ? ഈ പ്രിൻസിപ്പിളിന് വേണ്ടി ഏതോ ഒരു അല്ലേ ഏതോ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രിൻസിപ്പിൾ എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലേ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? ഏജന്റ് എന്ന്. അപ്പോൾ ഏജന്റ് എന്ത് ചെയ്യുന്നു? ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ ചില ആക്ടിവിറ്റി ചെയ്യുന്നു. ക്ലിയർ? അങ്ങനെയുള്ള ഏജന്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലേ, ഏജന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? അയാൾ തന്നെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിലും പ്രിൻസിപ്പലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഏജന്റുകളുടെ അക്കൗണ്ടുകൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിട്ട് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ക്ലിയർ? ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉള്ള അക്കൗണ്ടുകൾ. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആയിക്കോട്ടെ, SB അക്കൗണ്ട് ആയിക്കോട്ടെ, ക്ലിയർ, ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെയാണ് ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആകുമ്പോൾ അല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ അക്കൗണ്ടിലുള്ള ജോയിൻറ്റ് ഹോൾഡിങ്സിൻ്റെ നേച്ചർ എന്താണ് അല്ലേ, അതിലുള്ള പൈസ ആർക്കൊക്കെയാണ് കിട്ടുക, ക്ലിയർ, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ക്ലിയർ. ചിലപ്പോൾ ഒരാളുടെ അതിൽ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ മരണമോ അല്ലേ മറ്റുള്ള തരത്തിലുള്ള അവർക്ക് ഇൻകോമ്പിറ്റൻസി വരികയാണെങ്കിൽ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ വിഡ്രോൾസുമായിട്ടും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടായിട്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ടുകൾ അല്ലേ, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ ഇതുപോലെ തന്നെയാണ് അല്ലേ. ഒരു ഫേമിൻ്റെ അക്കൗണ്ട് ആകുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ നേച്ചർ നമുക്കറിയാം അല്ലേ. പാർട്ട്ണർഷിപ്പിൻ്റെ നേച്ചർ അനുസരിച്ച് പാർട്ട്ണർഷിപ്പ് എന്താ? ഇറ്റ് ഇസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് അല്ലേ, പീപ്പിൾ അല്ലേ. അവരെന്ത് ചെയ്യുന്നു? എഗ്രി ടു അണ്ടർടേക്ക് എ ബിസിനസ് ആക്ടിവിറ്റി അല്ലേ, carried on by all or any of them acting for all, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും നടത്തുക, പക്ഷേ എല്ലാവർക്കും അതിൽ സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലേ നമ്മൾ ബാങ്ക് എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ കുറേ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും. ക്ലിയർ? അപ്പോൾ ആർക്കാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിനെ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, തീരുമാനം എടുത്തിട്ടുണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ അതിൻ്റെ വിഡ്രോവൽസ്. ക്ലിയർ? ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അതുപോലെ തന്നെ അതിൻ്റെ ക്ലോഷർ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പ് ഫേം. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ദെൻ ജോയിൻറ്റ് ഓഫ് കമ്പനി അല്ലേ. കമ്പനി എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതാണ് അല്ലേ, ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് ഓഫ് കമ്പനികൾക്ക് അവരുടെ പേരിൽ തന്നെ കമ്പനിയുടെ പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കമ്പനിയുടെ അക്കൗണ്ടുകൾ എങ്ങനെ ഓപ്പൺ ചെയ്യണം, ക്ലിയർ, അത് ആരായിരിക്കണം സൈൻ ചെയ്യേണ്ടത്, അതിന് എന്ത് റെസൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്, ക്ലിയർ, കമ്പനിയുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്, ക്ലിയർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ജോയിൻറ്റ് ഓഫ് കമ്പനികളുടെ അക്കൗണ്ട്. ട്രസ്റ്റീസ്. ക്ലിയർ? ട്രസ്റ്റീസ് നമുക്കറിയാം അല്ലേ, ട്രസ്റ്റ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുകയും, ക്ലിയർ, ആ ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ഡീഡിൻ്റെ എക്സിക്യൂഷന് വേണ്ടി പറഞ്ഞിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ട്രസ്റ്റീസ് ആണ്. മേ ബി ഓർഗനൈസേഷൻ ആവാം, പ്രൊഫഷണൽസ് ആവാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആവാം. അപ്പോൾ ഈ ട്രസ്റ്റീസിൻ്റെ പേരിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ട്രസ്റ്റീസ് ഒരിക്കലും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലല്ല അത് ചെയ്യുന്നത്. ക്ലിയർ? അവരൊരു ട്രസ്റ്റിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടായിരിക്കും അക്കൗണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ട്രസ്റ്റീസിൻ്റെ പേരിൽ ട്രസ്റ്റിൻ്റെ പേരിൽ
ക്ലിയർ. അക്കൗണ്ട് വരുന്ന സമയത്ത് അവിടെ ബാങ്കുകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ലിയർ. അപ്പോൾ ട്രസ്റ്റ് ഡീഡ് നോക്കണം, അതിലുള്ള ട്രസ്റ്റീസിൻ്റെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ്, ഓബ്ലിഗേഷൻ, ഇതെല്ലാം ശ്രദ്ധിക്കണം. ക്ലിയർ. അതിൽ അതിൻ്റെ പ്രോസസ്സ് നോക്കണം. ക്ലിയർ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അവരുടെ അക്കൗണ്ട് പെർമിഷൻ കൊടുക്കാനും അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ കൊടുക്കുക. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് അക്കൗണ്ട് ആയിട്ട് പറയാം. അതുപോലെ ക്ലബ്സ് ആൻഡ് അസോസിയേഷൻ, അല്ലേ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളോ അല്ലെങ്കിൽ സോഷ്യൽ ക്ലബ്ബുകളോ അങ്ങനെ ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലബ്ബുകൾ, അസോസിയേഷൻ, ക്ലിയർ, ട്രേഡ് യൂണിയൻ, ക്ലിയർ, അസോസിയേഷൻസ്, എംപ്ലോയീസ് അസോസിയേഷൻ, കൾച്ചറൽ അസോസിയേഷൻ, പീപ്പിൾസ് അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, ഇങ്ങനെ കുറേ ഇതിങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ വരാം. ഈ അക്കൗണ്ടുകളുടെയൊക്കെ നേച്ചർ എന്ന് പറയുന്നത് എന്താ, ഇതൊക്കെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ളൊരു ബോഡിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം, ബാങ്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഓപ്പണിംഗ് സമയത്ത് ശ്രദ്ധിക്കണം, മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സമയത്ത് ശ്രദ്ധിക്കണം, ക്ലിയർ. അതിൻ്റെ ക്ലോഷർ സമയത്തും വിഡ്രോവൽ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. അതുപോലെ തന്നെയാണ് ലുനാറ്റിക്സ്, ക്ലിയർ. ലുനാറ്റിക്സുമായിട്ട് എൻ്റർ ചെയ്യപ്പെടുന്ന, അല്ലേ, സാധാരണ ഒരു ലുനാറ്റിക്സിന് എൻ്റർ ചെയ്യാൻ പറ്റുമോ, അല്ലേ? ലുനാറ്റിക് സ്റ്റേജിൽ അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് മുമ്പ് എൻ്റർ ചെയ്തിട്ടുള്ള ഒരാൾ ലുനാറ്റിക്സ് ആയിട്ട് മാറുന്ന സമയത്ത്, ക്ലിയർ, എന്തായിട്ട് മാറും, ഇത് ഇവരുടെ അക്കൗണ്ട്, അല്ലേ, അതിന് റെസ്ട്രിക്ഷൻസ് വരും, അതിൻ്റെ ഓപ്പറേഷന്. ക്ലിയർ. കാരണം അയാൾക്ക് ലീഗൽ കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ആ കോമ്പിറ്റൻസി ഇല്ലാത്തൊരു കേസിൽ ബാങ്കിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ്? ക്ലിയർ. സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ വരുന്നതാണ് ലുനാറ്റിക്സ്. ക്ലിയർ. അൺസൗണ്ട് മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ. ഇങ്ങനെ അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ലുനാറ്റിക്സ് ആയിട്ടുള്ള വ്യക്തികൾ. ക്ലിയർ. അപ്പോൾ അവരുടെ കേസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് ലുനാറ്റിക്സ്. ദെൻ ഡ്രങ്കാർഡ്സ്. ക്ലിയർ. ഇപ്പോൾ ഡ്രങ്കാർഡ്സിൻ്റെ കേസിൽ, ക്ലിയർ, ഒരു വ്യക്തി ഡ്രങ്കാർഡ് അല്ലെങ്കിൽ ഡ്രങ്കാർഡ് സ്റ്റേജിലുള്ള ഒരു വ്യക്തി, അല്ലേ, ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്തു, ഒരു വിഡ്രോവൽ ചെയ്തു, അല്ലെങ്കിൽ വിഡ്രോവലിന് വേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അവരുടെ മൈൻഡ് എന്തല്ല, സൗണ്ട് മൈൻഡ് അല്ല, അല്ലേ. അവർക്ക് നമ്മുടെ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അല്ലേ. ഇങ്ങനെയുള്ള സ്റ്റേജിൽ അവർക്ക് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഇല്ല. ക്ലിയർ. ദേ ആർ നോട്ട് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓർ എൻ എഗ്രിമെൻറ്റ്. അപ്പം അങ്ങനെയുള്ള കേസിൽ അവരുടെ അങ്ങനെയുള്ള അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ക്ലിയർ, അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ. അതുപോലെ തന്നെ പർദ്ദനാഷിൻ വുമൻ. ക്ലിയർ. പർദ്ദനാഷിൻ വുമൻ, അല്ലേ, നമുക്കറിയാൻ പറ്റും ചില കമ്മ്യൂണിറ്റീസ്, പ്രത്യേകിച്ച് സിഖ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുന്ന ആളുകളാണ്, അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലേ, സാധാരണ നമ്മൾ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഫോട്ടോ ആണ് കൊണ്ടുവരാൻ പറയാം, അല്ലേ. ഇപ്പോൾ ഇവരുടെ കേസിൽ ഫോട്ടോ നമുക്ക് എലിജിബിളായിട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ കേസസിൽ നമ്മൾ ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള അതിനെ സംബന്ധിച്ച് പറയുന്ന ടേംസും കണ്ടീഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട്, ക്ലിയർ, ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിട്ട് പറയും. അതുപോലെ എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ക്ലിയർ. ഇപ്പോൾ കോടതി ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെ ഒരു മൈനറുടെയോ ഒരു ലുനാറ്റിക്സിൻ്റെയോ ഒരു ഇൻസോൾവെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രങ്കാർഡ് പേഴ്സൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഒരു ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ലിക്വിഡേറ്റർ ആയിട്ട് എക്സിക്യൂട്ടർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ഒരു എക്സിക്യൂട്ടർ ഉണ്ടാവാം, ക്ലിയർ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവാം. കോടതി അപ്പോയിൻറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ. കോർട്ട് ഓർഡർ, അല്ലേ, അതിൽ അവരുടെ റൈറ്റ്, അവരുടെ പ്രിവിലേജസ്, ക്ലിയർ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പെർമിഷൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറായിട്ട് നമുക്ക് പറയാം. ക്ലിയർ. ലോക്കൽ അതോറിറ്റീസ് ആൻഡ് ഇലിറ്ററേറ്റ്. ലോക്കൽ അതോറിറ്റീസ് നമുക്കറിയാം, അല്ലേ. ലോക്കൽ ബോഡീസ് ആവാം. ക്ലിയർ. ഇങ്ങനെയുള്ള ലോക്കൽ ബോഡീസിൻ്റെ പേരിൽ അസോസിയേഷൻ, പഞ്ചായത്ത്, അല്ലേ, കമ്മ്യൂണിറ്റി, ക്ലിയർ, ഈ രീതിയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അല്ലേ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കുകൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ക്ലിയർ, ഏത് രീതിയിലാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് കസ്റ്റമറായിട്ട് നമുക്ക് പറയാം. അതുപോലെ ഇല്ലിറ്ററേറ്റ്സ് പേഴ്സൺ, അല്ലേ, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ, അല്ലേ. മിക്കവാറും നമുക്കറിയാം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫോം ഫില്ല് ചെയ്യണം, അല്ലേ, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യണം, ഒരു ചെക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ചെക്ക് ഫില്ല് ചെയ്യണം, സൈൻ ചെയ്യണം. ചില ആളുകൾക്ക് ഇതിനൊന്നും അറിയുണ്ടാവില്ല, ക്ലിയർ. അപ്പം അങ്ങനെയുള്ള കേസസിൽ ഇല്ലിറ്ററേറ്റ് ആയുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യണം, ക്ലിയർ, അവരുടെ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ക്ലിയർ, അവരുടെ സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ആയിരിക്കും വെക്കുക. അപ്പോൾ തമ്പ് ഇംപ്രഷൻ ആര് അറ്റസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് അത് സാക്ഷ്യപ്പെടുത്തേണ്ടത്, ക്ലിയർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, ക്ലിയർ, ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം, ബാങ്ക് ഷുഡ്സ്, ക്ലിയർ, സി സം ഓഫ് ദി റിക്വയർമെൻറ്റ്സ് ആൻഡ് ക്ലിയർ
റെഗുലേഷൻസ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ കുറേയധികം കേസസിൽ, കുറേയധികം സിറ്റുവേഷൻസിൽ ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലേ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോഴോ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴോ അല്ലെ അത് ക്ലോസ് ചെയ്യുമ്പോഴോ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയാം. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അല്ലേ നമ്മൾ നേരത്തൊരു വീഡിയോ നമുക്ക് തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ PDF ഉണ്ടാവും, PDF കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയം നമുക്ക് പിന്നീട് അത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ? പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ മൈനേഴ്സിൻ്റെ കേസിൽ ബാങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ക്ലിയർ? അതുപോലെ തന്നെ അല്ലെങ്കിൽ മാരീഡ് വുമൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഏജൻസിൻ്റെ കേസിൽ ബാങ്കിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെയോ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലിയർ? അവരുടെ അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കണം. ക്ലിയർ? പഠിച്ചു വയ്ക്കും. ദെൻ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസ് ഇൻ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം? ഹൗ വി കൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം? ക്ലിയർ? സാധാരണ രീതിയിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക? നിങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും സ്റ്റുഡൻസ് അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സ്കോളർഷിപ്പിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഒരു പക്ഷേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഉണ്ടാവും അല്ലേ? അതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പർട്ടിക്കുലേഴ്സ് ചോദിക്കും. ഫോട്ടോ നമ്മൾ അതിൽ പേസ്റ്റ് ചെയ്യണം. ക്ലിയർ? സിംഗിൾ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിൽ സൈൻ ചെയ്യണം. മൈനർ ആണെങ്കിൽ 18 years ആയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ അല്ലേ നമ്മുടെ പാരൻസ് അതിനെ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്കൂളിനോ കോളേജിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്കോളർഷിപ്പിൻ്റെ പർപ്പസിനാണ്, എഡ്യൂക്കേഷൻ പർപ്പസ് ആണെങ്കിൽ അത് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? അറ്റസ്റ്റ് ചെയ്യണം. ഇങ്ങനെ കുറേ റിക്വയർമെൻ്റ് ഉണ്ട്. ക്ലിയർ? അതുപോലെ ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അല്ലേ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അച്ഛൻ്റെയും നിങ്ങളുടെയും പേരിലോ അല്ലെങ്കിൽ അമ്മയുടെയും നിങ്ങളുടെ പേരിലോ ഒക്കെ ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറുടെ പേര് 2 പേരുടെയും കാണിച്ചിരിക്കണം അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ പ്രൂഫ്, ID പ്രൂഫ് എല്ലാം കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ 2 പേരും സൈൻ ചെയ്യണം. ക്ലിയർ? ഇങ്ങനെ 2-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം സൈൻ ചെയ്യണം. ക്ലിയർ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓപ്പണിംഗ് സമയത്ത്. ക്ലിയർ? So opening a bank account in the name of a customer is starting point through which the relationship of between a banker and a customer begin. അല്ലേ? ഒരു ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്ന സമയം മുതലാണ്. ക്ലിയർ? അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയം മുതലാണ് ഒരു റിലേഷൻഷിപ്പ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറായിട്ട് മാറി. ക്ലിയർ? പിന്നീട് അതിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, വിഡ്രോവൽസ് വരുന്നു. ക്ലിയർ? അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ബാങ്കിങ് ബിസിനസ് വരുന്നു തുടങ്ങും. ക്ലിയർ? ദോ ദിസ് അക്കൗണ്ട് bank mobilizes deposits from public. One of the main function of the commercial bank is to accept deposit from the public. Clear? അതുകൊണ്ട് തന്നെ traditionally the banker used to accept 3 type of deposit. Clear? Namely current deposits account, savings deposits account and fixed deposit account. Clear? പക്ഷേ വേറെ ഒരു ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്. ക്ലിയർ? എന്താ റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്? മന്ത്ലി ആയിട്ടോ റെഗുലർ ആയിട്ട്, ക്ലിയർ, ഇയർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ടോ, ക്ലിയർ, ഒരു നിശ്ചിത തുക വീതം അല്ലെങ്കിൽ ഡെയിലി ബേസിസിലുണ്ട്, ഡെയിലി ബേസിസിൽ ഒരു നിശ്ചിത തുക വീതം, ക്ലിയർ, റെഗുലർ ആയിട്ട് എല്ലാം അടച്ചുകൊണ്ടേ വരിക. അതിനാണ് റിക്കറിങ്. റിക്കറിങ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് അല്ലേ, ആവർത്തന നിക്ഷേപം എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ? ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ എല്ലാ മാസവും അല്ലേ, നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസ് ബാങ്കിലൊക്കെ സേവിങ്സ് ബാങ്കിൽ മന്ത്ലി റിക്കറിങ് ഡിപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാ മാസവും ഒരു നിശ്ചിത 500 രൂപയാണ് 500 രൂപ വീതം അടയ്ക്കണം, 1000 രൂപയാണ് 1000 രൂപ വീതം അടയ്ക്കും, എല്ലാ മാസവും അടച്ചു വരുന്നുണ്ടാവും. ബാങ്കിൽ ഇതുപോലെയുള്ള സൗകര്യമുണ്ട്, ക്ലിയർ, റിക്കറിങ് ഡിപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ റെഗുലറായിട്ട് മന്ത്ലിയോ വീക്ക്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ റെഗുലറായിട്ട് ഒരു നിശ്ചിത തുക വീതം അടയ്ക്കേണ്ട അല്ലെ, നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് വരെ അടയ്ക്കേണ്ട ഡിപ്പോസിറ്റാണ് റിക്കറിങ്. ക്ലിയർ? കറണ്ട് ഡിപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് പീപ്പിൾസോ ട്രേഡേഴ്സോ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസോ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണെന്ത്? കറണ്ട് അക്കൗണ്ട്. ക്ലിയർ? അത് എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം, എപ്പോൾ വേണമെങ്കിൽ അതിൽ നിക്ഷേപിക്കാം, അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തൊരു അക്കൗണ്ടാണ്. ക്ലിയർ? പക്ഷെ അതിന് എന്തുണ്ടാവില്ല? നോർമലി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകതയോട് കൂടി കൊടുക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ട് എന്താ? സേവിങ്സ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽസിനെ
ക്ലിയർ എയിം ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നൽകുന്ന അക്കൗണ്ടുകളാണ് എന്ത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു പ്രത്യേകത എന്തായിരിക്കും? അതിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും, ഡിപ്പോസിറ്റ് ചെയ്യാം. ക്ലിയർ. വിഡ്രോവൽസ് ചെയ്യുമ്പോൾ ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. ക്ലിയർ. ഒരു മാസത്തിൽ ഇത്ര വിഡ്രോവൽ കൂടാൻ പാടില്ല, അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഉള്ളതാണ് ഇത്. ഫിക്സഡ് ഡിപ്പോസിറ്റ് നമുക്കറിയാം അല്ലേ. ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താ? സേവിങ്സ് ബാങ്കിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് വരെ ആയിരിക്കും അതിൻ്റെ കാലാവധി അല്ലേ. അപ്പോൾ അത് മേ ബി ക്ലിയർ 45 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് അല്ലെങ്കിൽ 45 ഡേയ്സ് 90 ഡേയ്സ് അല്ലെങ്കിൽ 180 ഡേയ്സ് ക്ലിയർ. അതല്ലെങ്കിൽ 1 ഇയർ വരെ 364 ഡേയ്സ് അല്ലെങ്കിൽ 1 ഇയർ 2 ഇയർ 3 ഇയർ 5 ഇയർ അല്ലേ 10 ഇയർ, ഇങ്ങനെ പല പീരീഡിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് നമുക്ക് ചെയ്യാം. അതായത് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് വരെയുള്ള നിക്ഷേപമാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ബാങ്കിൽ ചെയ്യാറുണ്ട്. ക്ലിയർ. സോ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് ഓരോന്നും അതിൻ്റെ പ്രത്യേകത നോക്കാം. നമ്പർ 1, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. So savings bank accounts are mainly meant for non-trading customers or individual customers or household customers. Clear. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് അല്ലേ, വ്യക്തികളായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്യപ്പെട്ടിരുന്നത്. ക്ലിയർ. പക്ഷേ ചില കേസസിൽ ചില ഓർഗനൈസേഷൻസിനും സൊസൈറ്റികൾക്കും ക്ലിയർ അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. ഇങ്ങനെയുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ട് mainly they are aimed for individual customers. Clear. So it generally preferred by middle and low income group. Clear. Then who can deposit small amount of money. Clear. ചെറിയ എമൗണ്ട് ആയിട്ടല്ല അവർ കിട്ടുന്ന എമൗണ്ട് അല്ലേ. അപ്പോൾ എന്താണോ അവരുടെ സേവിങ്സ് അതുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതിന് റെസ്ട്രിക്ഷൻ ഇല്ല, ഇത്ര എമൗണ്ട് നിക്ഷേപിക്കാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. ക്ലിയർ. കിട്ടുന്ന എമൗണ്ട് കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റും. ക്ലിയർ. സോ സാലറിഡ് ക്ലാസ് ഓഫ് ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് ക്ലിയർ യൂഷ്വലി ഓപ്പൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ. ജോലിയുള്ള ആളുകൾ അല്ലേ, നേരത്തെയൊക്കെ ജോലിയുള്ള ആളുകളോ അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെയാണ് ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ എല്ലാ ആൾക്കാരും അല്ലേ, മിക്കവാറും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ ഇല്ല അല്ലേ. നമുക്കറിയാം, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൻധൻ അക്കൗണ്ട് അല്ലേ. ഇന്ത്യയിൽ എല്ലാ ആളുകളിലേക്കും, നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ഇന്ത്യക്കാരുടെ ഇടയിലും അല്ലേ, ഒരു വീട്ടിലെങ്കിൽ ഒരാൾക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്ലേ സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററുടെ ഇനിഷ്യേറ്റീവ് അനുസരിച്ചിട്ട് അല്ലേ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ജൻധൻ അക്കൗണ്ട്. ക്ലിയർ. അപ്പോൾ ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്താ? സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് എത്ര വേണമെങ്കിലും പൈസ നിക്ഷേപിക്കാം, മുഴുവനായിട്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. ക്ലിയർ. അതിന് മിനിമം ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യണമെന്നില്ല. മാത്രമല്ല അതിന് റെഗുലർ ആയിട്ടുള്ള പലിശ കിട്ടും. ക്ലിയർ. മാത്രമല്ല അതിൽ ഇങ്ങനെ ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, ഈ കോവിഡ് കാലഘട്ടത്തൊക്കെ അല്ലേ അവർക്ക് ഓരോ അക്കൗണ്ട് ഹോൾഡേഴ്സിന് നിശ്ചിത തുക വീതം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ജൻധൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നു. ക്ലിയർ. അപ്പോൾ ഇത് മന്ത്ലി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇങ്ങനെയുള്ള ചില ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. ക്ലിയർ. അതുപോലെ തന്നെ പെൻഷൻ സ്കീംസിന് അവർക്ക് അതിലൂടെ എൻറോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഷുറൻസ് സ്കീംസ് 2-3 ഇൻഷുറൻസ് സ്കീംസ് ഇങ്ങനെയുള്ള ജൻധൻ അക്കൗണ്ട് ഹോൾഡേഴ്സിന് കുറഞ്ഞ പ്രീമിയത്തിൽ ക്ലിയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസും അതുപോലെ തന്നെ ഡെത്ത് പോലുള്ള ചില കേസസ് വരുന്ന സമയത്ത് കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസിലൊക്കെ ഏർപ്പെടാൻ പറ്റും. ചെറിയൊരു പ്രീമിയം 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ പ്രീമിയം വരുള്ളൂ. ക്ലിയർ. അപ്പം ഇങ്ങനെ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്ലിയർ സ്മോൾ ഇൻകം ഗ്രൂപ്പ്, ഫാർമേഴ്സ്, സ്മോൾ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സാലറിഡ് ക്ലാസ്, ക്ലിയർ മിഡിൽ ഇൻകം ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. ക്ലിയർ. സോ ദ ബാങ്ക്സ് therefore imposes certain restriction on the savings bank. സേവിങ്സ് ബാങ്കിൽ വിഡ്രോവൽസിന് ചില റെസ്ട്രിക്ഷൻസ് ബാങ്കിൽ ചെയ്യും. ക്ലിയർ. ഒരു മാസത്തിൽ ഇത്ര വിഡ്രോവൽ. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ 10 വിഡ്രോവൽ പെർ മന്ത്. ക്ലിയർ. ഓർ 15 വിഡ്രോവൽ പെർ മന്ത്. അതിനേക്കാളും കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ബാങ്ക് വയ്ക്കാം. ക്ലിയർ. അത് വെരീസ് ഫ്രം ബാങ്ക് ടു ബാങ്ക്. ക്ലിയർ. ഓരോ ബാങ്കിനനുസരിച്ച് വ്യത്യാസം വരാം. ഓക്കെ. ദ ഫീച്ചേഴ്സ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കേസസിൽ വിഡ്രോവൽസിന് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടെങ്കിലും ക്ലിയർ ഇപ്പോഴൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തുള്ള ബാങ്കുകളൊന്നും അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒന്നും ഇമ്പോസ് ചെയ്യുന്നില്ല. ക്ലിയർ. മാത്രമല്ല ഒരു ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ നടത്തുന്ന സമയത്ത് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഓൺലൈനായിട്ടുള്ള ട്രാൻസ്ഫർ, ഫണ്ട് ട്രാൻസ്ഫർ, നെറ്റ് ബാങ്കിങ് വഴിയുള്ള ട്രാൻസ്ഫർ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള പേയ്മെൻറ്റ്സ്, ഇതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ക്ലിയർ. ഇതൊക്കെ വിഡ്രോവൽ തന്നെയാണ്, പക്ഷേ അതിനൊന്നും എന്തില്ല, അൺലിമിറ്റഡ് ആണ്. എത്ര ട്രാൻസാക്ഷൻ വേണമെങ്കിൽ നമുക്ക് നടത്താൻ പറ്റും. ക്ലിയർ. ഓക്കെ. സോ ഫീച്ചേഴ്സ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ പ്രത്യേകത. സോ ഇറ്റ് ഈസ് ജനറലി മെൻ ഫോർ മിഡിൽ ഇൻകം ഓർ ലോവർ ഇൻകം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇൻഡിവിജ്വൽസിനാണ് ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. ക്ലിയർ. ഇൻഡിവിജ്വൽസ് അക്കൗണ്ട്സ് ആയിട്ടാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ.
Then a savings bank account can be opened with a very small deposit amount of rupees 100. Clear? 100 രൂപ നിക്ഷേപിച്ചുകൊണ്ട് ചില ബാങ്കുകളിൽ ഇതിന് ചെറിയ വ്യത്യാസമുണ്ട്. ക്ലിയർ? ഇത് ചില കേസസിൽ അത് 500 റുപ്പീസ് ആയിരിക്കാം, 200 റുപ്പീസ് ആയിരിക്കാം. ക്ലിയർ? അപ്പോൾ മിനിമം 100 റുപ്പീസാണ് സാധാരണ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. ദെൻ ബട്ട് ദ മിനിമം ബാലൻസ് ഓഫ് റുപ്പീസ് 100 ഈസ് റിക്വയർഡ് ഇൻ ഓർഡർ ടു ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് ചെക്ക് ഫെസിലിറ്റി. പക്ഷേ ചെക്ക് ഫെസിലിറ്റി കിട്ടണമെങ്കിൽ, ചെക്ക് വേണമെങ്കിൽ, ക്ലിയർ, 1000 രൂപയുടെ മിനിമം ഡിപ്പോസിറ്റ്സ് വേണം. ക്ലിയർ? അപ്പോൾ 1000 രൂപയുടെ മിനിമം ഡിപ്പോസിറ്റ്സ് ഉള്ള ഒരു ബാങ്ക് അത്രയും നിക്ഷേപിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്താൽ മാത്രമേ ചെക്ക് ഫെസിലിറ്റി കിട്ടുള്ളൂ. ക്ലിയർ? ഇതും ബാങ്ക് ടു ബാങ്ക് ചെറിയ വ്യത്യാസമുണ്ട്. ചില ബാങ്കിൽ 2000 രൂപയായിരിക്കും ഇതിൻ്റെ ചെക്കിന് വേണ്ടിയിട്ടുള്ള പരിധിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവുക. ക്ലിയർ? So in a savings bank account, a customer can deposit any amount subject to a minimum of ₹5. 5 രൂപയിൽ കൂടുതൽ വരുന്ന ഏതൊരു എമൗണ്ട് വേണമെങ്കിലും നിക്ഷേപിക്കാൻ പറ്റും. സോ സർട്ടൺ റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ് ഓൺ ദ വിഡ്രോവൽ ഓഫ് ഡിപ്പോസിറ്റ്. ക്ലിയർ? നമ്പർ ഓഫ് വിഡ്രോവൽസിനാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്. ക്ലിയർ? ഒരു സ്പെസിഫൈഡ് പീരീഡിൽ, ക്ലിയർ, മേ ബി എ ക്വാർട്ടർ, മേ ബി എ മന്ത്, ക്ലിയർ, ഇത്ര വിഡ്രോവൽസ് കൂടാൻ പാടില്ല. ക്ലിയർ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ the number of withdrawals over a period of 1 year is limited to 150. ക്ലിയർ? ഇത് നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷനാണ്. ഇപ്പം അങ്ങനെയുള്ള റെസ്ട്രിക്ഷനൊക്കെ മിക്കവാറും ബാങ്കുകളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ മിനിമം വിഡ്രോവൽസ് 5 രൂപയിൽ ക്ലിയർ കുറഞ്ഞുള്ള വിഡ്രോവൽസ് ബാങ്കിലൂടെ, ക്ലിയർ, ചെക്കിലൂടെ നമുക്ക് വിഡ്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷനാണ് ഉള്ളത്. ദെൻ അഗെയിൻ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫറിന് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. നമുക്ക് 1 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 1 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. ദർ ഈസ് നോ പ്രോബ്ലം. ക്ലിയർ? സോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ the bank on savings bank deposits, അല്ലേ, ഇപ്പോൾ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് എത്രയാണ്? അറ്റ് പ്രസൻറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 3.5%, ക്ലിയർ, ഓർ 3%, ക്ലിയർ. ഇപ്പോൾ ചില ബാങ്കുകളിൽ അത് വേരീഡ് ആണ്. ക്ലിയർ? ചില ബാങ്കുകൾ 4% കൊടുക്കുന്നുണ്ട്, ചില ബാങ്കുകൾ അതിനെ കുറച്ചുകൂടെ ഇതിനെ ഒരു ഫ്ലെക്സി അക്കൗണ്ട് എന്ന് പറയും, ഫിക്സഡിൻ്റെയും സേവിങ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ പോലെ ആക്കിയിട്ട് 4.5% വരെയൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാരത്, ചില ബാങ്കുകളത് 3ഉം 3.5ഉം ക്ലിയർ ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ. For deposit products like a savings bank account or current account, banks normally stipulate certain minimum balances to be maintained as part of the terms and conditions, clear, governing the operation of an account. Clear? That for deposit products like savings bank account or a current account, അല്ലേ, ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്? നോർമലി സ്റ്റിപ്പുലേറ്റ് certain minimum balance. അക്കൗണ്ടിൽ മിനിമം ഇത്ര എമൗണ്ടെങ്കിലും എല്ലാ സമയത്തും വേണം എന്ന് പറയാറുണ്ട്. ഇത് മിനിമം ബാലൻസ് ആണ്. ഈ ഏതെങ്കിലും സന്ദർഭത്തിൽ മിനിമം ബാലൻസിനേക്കാളും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലേ, നിങ്ങൾ ഒരു പക്ഷേ പേപ്പറിലൂടെയൊക്കെ ന്യൂസ് മീഡിയയിലൂടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില ബാങ്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അതിനെ ചില പെനാൽറ്റി ഏർപ്പെടുത്താറുണ്ടായിരുന്നു. ക്ലിയർ? എന്താ പെനാൽറ്റി? മിനിമം ബാലൻസിനേക്കാളും കുറഞ്ഞു പോയാൽ, ക്ലിയർ, ഫോർ എക്സാമ്പിൾ 500 റുപ്പീസാണ് മിനിമം ബാലൻസ് എന്ന് വിചാരിക്കുക. അതിനേക്കാളും കുറഞ്ഞ അക്കൗണ്ട് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ മിനിമം ബാലൻസ് നിൽക്കുന്ന ഓരോ ദിവസത്തേക്കും, ക്ലിയർ, ഒരു നിശ്ചിത എമൗണ്ട് വീതം എന്ത് ചെയ്യും? പലിശയായിട്ട് ഈടാക്കും. ക്ലിയർ? അല്ലെങ്കിൽ ഓരോ മാസത്തേക്കും ഒരു നിശ്ചിത എമൗണ്ട് വീതം പലിശയായിട്ട് ഈടാക്കും, ഫീസായിട്ട്, ഫൈനായിട്ട് ഈടാക്കും. ഇങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ്, ക്ലിയർ, ഉണ്ട്. ഓക്കെ. പക്ഷേ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചില കേസസിൽ ഇത് ചില ബാങ്കുകൾക്ക് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ക്ലിയർ? But for people below poverty line, and banks encourage opening of no frills account. Clear? Typically, clear, special savings bank account where no minimum balance is required is clear. ഇവിടെ എങ്ങനെയുള്ള നോ ഫ്രിൽ അക്കൗണ്ട്സ് പറയും, സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയും. ക്ലിയർ? ഇവിടെ എന്ത് വേണമെന്നില്ല, നമുക്ക് എമൗണ്ട് കീപ്പ് ചെയ്യണമെന്നില്ല. ക്ലിയർ? അതിൻ്റെ ബാലൻസ് 0 വരെ ആവാം. അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ജൻധൻ അക്കൗണ്ട്, അല്ലേ. ഇങ്ങനെ ജൻധൻ സ്കീമിൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ടുകൾ, ക്ലിയർ, അതിന് എന്ത് വേണമെന്നില്ല, ബാലൻസ് വേണം. അതുപോലെ സാലറി അക്കൗണ്ട്, പേ അക്കൗണ്ട് എന്ന് പറയുന്നത്, ക്ലിയർ, അതിലെന്ത് വേണമെന്നില്ല, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണമെന്നില്ല. ക്ലിയർ? 0 വരെ നമുക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ പെൻഷൻ അക്കൗണ്ട്സ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, 0 വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചില ഇതുണ്ട്. ഇതിന് നമ്മൾ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്നുകൂടെ പറയും. 0 ബാലൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ നോ ഫ്രിൽസ് അക്കൗണ്ട്. For savings bank account, the bank may also place restriction on the number of transaction cash withdrawal during a given period. Clear? ഇപ്പോൾ പ്രത്യേകിച്ച് ഡിജിറ്റൈസേഷൻ്റെ കാലഘട്ടത്തിൽ ഇതിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇമ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടതാണ്. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. എന്താണ് റിക്കറിംഗ് നേരത്തെ പറഞ്ഞു, അല്ലേ. സോ ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട്,
clear, introduced by bank in recent years, clear. Recurring deposit is introduced to create habit of saving among people, clear. Small income group, അല്ലെങ്കിൽ household, farmers, artisans, clear, അല്ലെങ്കിൽ ഡെയിലി വേജ് ഏണേഴ്സ്, ക്ലിയർ. ഇവരുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലേ, ട്രേഡേഴ്സ്, ക്ലിയർ, ആർട്ടിസാൻസ്, ക്ലിയർ, ഇവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഡിവൈസ് ചെയ്തതാണ് ഇത് റിക്കറിങ് ഡിപ്പോസിറ്റ് ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി ബേസിസിലോ വീക്ക്ലി ബേസിസിലോ മന്ത്ലി ബേസിസിലോ ചെറിയൊരു എമൗണ്ട് വീതം എന്ത് ചെയ്യാം, നിക്ഷേപിക്കാം, ക്ലിയർ. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് മാറാം. ഒരു ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ 10 rupee per day, അല്ലെങ്കിൽ 100 rupee per week, ക്ലിയർ, അല്ലെങ്കിൽ 500 rupee per month, ക്ലിയർ. ഇങ്ങനെ ഏത് രീതിയിൽ നമുക്ക് റിക്കറിങ് ഡിപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും, ക്ലിയർ. സോ അതാണ് ഇതിൻ്റെ ഉദ്ദേശം. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റിക്കറിങ് ഡിപ്പോസിറ്റ് എമൗണ്ട് ഈസ് ജനറലി മെൻ ഫോർ പീപ്പിൾ. ദീസ് അക്കൗണ്ട്സ് ആർ മെൻ ഫോർ പീപ്പിൾ ഹു ഹാവ് റെഗുലർ മന്ത്ലി ഇൻകം, ക്ലിയർ. സാധാരണ മന്ത്ലി ബേസിസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ മന്ത്ലി ഇൻകം പറയുന്നത്, ക്ലിയർ. അതല്ലാത്ത റിക്കറിങ് ഡിപ്പോസിറ്റ്സും ഉണ്ട്, ക്ലിയർ. The deposit account, depositor can deposit fixed amount every month on an agreed period, clear. 5 വർഷം 10 വർഷം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പീരീഡ് വരുന്നത്, ക്ലിയർ. ഒരു നിശ്ചിത തുക വീതം 50 രൂപ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലിയർ. പോസ്റ്റ് ഓഫീസുകളിലുണ്ട്, അതുപോലെ തന്നെ ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, ക്ലിയർ. ഇവിടെയൊക്കെ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇനി മാത്രമല്ല മന്ത്ലി ഇൻകം കൊണ്ട് ഉപയോഗിച്ചിരുന്നത് സാലറിഡ് പീപ്പിൾ തന്നെ വേണമെന്നില്ല, ക്ലിയർ. അത് ഏത് തരത്തിലുള്ള കാറ്റഗറി ഓഫ് ആളുകൾക്കും ആവാം, ഫാർമേഴ്സിനും ആവാം, ക്ലിയർ, സ്മോൾ ഇൻകം ഗ്രൂപ്പിനും ആവാം. പക്ഷേ സ്ഥിരമായിട്ട് അത് അടയ്ക്കണം എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്ലി ഇൻകം പീപ്പിൾസിന് റെഗുലർ ഇൻകം ഉള്ള ആളുകൾക്കാണ് അത് യൂസ്ഫുൾ, ക്ലിയർ. അതല്ലാത്ത ആളുകൾക്കും ഡെയിലി വേജസ് ഏൺ ചെയ്യുന്ന ആളുകൾക്കും ഇത് ഓപ്പൺ ചെയ്യാം, അതിന് റെസ്ട്രിക്ഷൻ ഇല്ല കേട്ടോ. The period of recurring deposits ranging from 1 to 10 years, clear. Then no withdrawals are allowed before the expiry of the agreed period. അപ്പോൾ അതിന് മുമ്പ് വരെ പിൻവലിക്കാൻ പറ്റില്ല, പക്ഷേ ഫോർക്ലോഷർ വേണമെങ്കിൽ ചെയ്യാം, ക്ലിയർ. ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ ശേഷം, സേ ഫോർ എക്സാമ്പിൾ 5 വർഷത്തേക്ക് ഓപ്പൺ ചെയ്തുള്ള ഒരു അക്കൗണ്ട് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോർക്ലോഷർ, ക്ലിയർ. അതിൻ്റെ പീരീഡ് എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് പിൻവലിക്കാം, ക്ലിയർ. അപ്പോൾ അവിടെ വിഡ്രോവലാണ്, കംപ്ലീറ്റ് വിഡ്രോവൽ, ക്ലോസ് ചെയ്യാണ് ചെയ്യുക, ക്ലിയർ. റൈറ്റ്. ഹെൻസ് ഇൻട്രസ്റ്റ് റേറ്റ് അലൗഡ് ഓൺ ദീസ് ഡിപ്പോസിറ്റ്സ് ഈസ് റിലേറ്റീവ്ലി ഹൈ, ക്ലിയർ. ഏകദേശം 7%, 8% വരെയൊക്കെ അതിന് പലിശ കൊടുക്കുന്നുണ്ട്, ക്ലിയർ. സോ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ അലൗഡ് ടു വിഡ്രോ മണി ഈവൻ ബിഫോർ ദ എക്സ്പയറി ഡേറ്റ്, ക്ലിയർ. ചില സ്പെഷ്യൽ കേസസിലാണ് അത് ചെയ്യുക, ക്ലിയർ. അതുവരെയുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് കൊടുക്കും. കറണ്ട് ഡിപ്പോസിറ്റ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്ത് തരത്തിലുള്ള അക്കൗണ്ടാണ്? ഇറ്റ് ഈസ് മെൻ ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, ബിസിനസ് അണ്ടർടേക്കിംഗ്, പബ്ലിക് ബോഡീസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ്, ക്ലിയർ, ട്രസ്റ്റുകൾ, ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കറണ്ട് അക്കൗണ്ട്, ക്ലിയർ. സോ വിച്ച് ഹാവ് എ ന്യൂമറസ് ആൻഡ് കണ്ടിന്യൂസ് ബാങ്കിങ് ട്രാൻസാക്ഷൻ. ഒരു ദിവസം തന്നെ വളരെ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകളായിരിക്കും ബിസിനസ്സുകാർ, ട്രേഡേഴ്സ്, അല്ലേ, മെർച്ചൻസ്, ഇവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ യൂസ്ഫുൾ ആണത്. അപ്പോൾ ഇവിടെ എന്തില്ല, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഫോർ ബാങ്ക് മേക്കിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഫോർ വിഡ്രോവൽ, ക്ലിയർ. അപ്പോൾ എത്ര വിഡ്രോവൽസ് വേണമെങ്കിൽ ഒരു ദിവസം ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം, ക്ലിയർ. സോ ദ അക്കൗണ്ട് ഈസ് റണ്ണിങ് അക്കൗണ്ട് വിച്ച് മേ ബി ഓപ്പറേറ്റഡ് ബൈ, ക്ലിയർ, ഓപ്പറേറ്റഡ് അപ്പോൺ on any number of times during a working day. So the accounts are also called as demand deposits account, clear. ഇതിന് ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് വേണമെങ്കിൽ പറയും, ക്ലിയർ. എന്താ കാരണം? ഇത് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൈസ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിനെ ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്, ക്ലിയർ. അല്ലെങ്കിൽ ഡിമാൻഡ് ലയബിലിറ്റി അക്കൗണ്ട്സ് എന്ന് പറയും, ക്ലിയർ. ഇതിൻ്റെ ലയബിലിറ്റി എപ്പോൾ വരും? ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് പൈസ തിരിച്ചു കൊടുക്കും, ക്ലിയർ. ഇപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് റണ്ണിങ് അക്കൗണ്ട് എന്നർത്ഥം, ക്ലിയർ. കറണ്ട് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും അതിൽ ട്രാൻസാക്ഷൻ വരാം, വിഡ്രോവൽ വരാം, ഡിപ്പോസിറ്റ് വരാം, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ലയബിലിറ്റി അക്കൗണ്ട് എന്നോ ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്നൊക്കെ പറയും, ക്ലിയർ. സോ ബാങ്കർ അണ്ടർടേക്സ് ആൻ ഓബ്ലിഗേഷൻ ടു പേ ചെക്സ് അഗൻസ്റ്റ് സച്ച് ഡിപ്പോസിറ്റ്സ് ഓൺ ഡിമാൻഡ്, ക്ലിയർ. ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കും, ക്ലിയർ. ചെക്ക് കൊടുക്കുമ്പോൾ അപ്പം തന്നെ പൈസ കൊടുക്കും, ക്ലിയർ. സം ഓഫ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കറണ്ട് അക്കൗണ്ട്സ് ആർ, ക്ലിയർ. നമ്പർ 1, കറണ്ട് അക്കൗണ്ട്സ് ജനറലി മെൻ ഫോർ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ബിസിനസ് പീപ്പിൾസ്, ട്രേഡേഴ്സ്, മെർച്ചൻറ്റ്, ക്ലിയർ. ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും യൂസ്ഫുൾ, ക്ലിയർ. ന്യൂമറസ് ആയിട്ടുള്ള നമ്പർ ഓഫ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഉള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ എൻറ്റിറ്റീസിനാണ്, ഓർഗനൈസേഷനാണ് ഇത് യൂസ്ഫുൾ. ദെൻ നോ റെസ്ട്രിക്ഷൻ ഈസ് ഇമ്പോസ്ഡ് ഓൺ ദി ട്രാൻസാക്ഷൻ, ക്ലിയർ. വിഡ്രോവൽസിനോ ഡിപ്പോസിറ്റ്സിനോ ഒന്നും
എന്തില്ല, റെസ്ട്രിക്ഷൻ ഇല്ല. എ ബാങ്കർ ഹാസ് ടു കീപ് large amount of liquid cash to meet for the demand of current liability. Clear? Current account holders-ന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എപ്പോഴും കൈവശം വെക്കണം. ക്ലിയർ? ദാറ്റ് എമൗണ്ട് ക്യാൻ ബി ഓവർഡ്രോൺ ബൈ സ്പെഷ്യൽ അറേഞ്ച്മെന്റ്. ക്ലിയർ? ഇനി ബിസിനസ് പീപ്പിൾസും ട്രേഡേഴ്സും മർച്ചൻസ് ഒക്കെയാണ്, ഓർഗനൈസേഷൻ ഒക്കെയാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊക്കെ കുറേയധികം ചെക്കുകൾ ഒരു ദിവസം ഇഷ്യൂ ചെയ്യപ്പെടാം. ചില സമയത്ത് അവരുടെ ബാലൻസിനേക്കാളും ക്രെഡിറ്റ് ബാലൻസിനേക്കാളും കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യാം, ചെക്ക് വന്നു എന്ന് വരാം. ഇങ്ങനെ വരികയാണെങ്കിൽ ക്ലിയർ, ഇതിനെ പറയുന്ന പേരാണ് ഓവർഡ്രോൺ. ക്ലിയർ? ഇങ്ങനെ വരുമ്പോൾ സാധാരണ എന്ത് ചെയ്യും, ബാങ്ക് റിജക്റ്റ് ചെയ്യും ചെക്ക്. അങ്ങനെ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാറുണ്ട്, ഒരു ഫെസിലിറ്റി കൂടെ കൊടുക്കാറുണ്ട്. അതിനാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ക്ലിയർ? അവർ ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഒരു പരിധി വരെയുള്ളതിന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അനുവദിച്ചുകൊണ്ട് ആ പൈസ കൂടെ കൊടുക്കും. ക്ലിയർ? അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് നിൽക്കുന്ന പീരീഡ് വരെ ചെറിയൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ക്ലിയർ? ഇങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളതാണ് ഇത്. ക്ലിയർ? ദെൻ the account holders is allowed the facility of sending bills and checks for collection including third party checks. ക്ലിയർ? ഇങ്ങനെയുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനും ചെയ്യാം. പക്ഷേ ഇവിടെ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വളരെ കൂടുതൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ്. ക്ലിയർ? അവരെന്ത് ചെയ്യുന്നു, ചെക്ക് ഫോർ കളക്ഷൻ, അവർക്ക് കിട്ടുന്ന ചെക്കുകളെല്ലാം ബാങ്കിനെ കളക്ഷന് വേണ്ടി ഏൽപ്പിക്കും. എന്താ കളക്ഷന് വേണ്ടി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലങ്ങളിൽ നിന്നും വേറെ ബാങ്കുകളുടെ ചെക്കുകളായിരിക്കും ഒരു ബിസിനസ്സിന്, ട്രേഡേഴ്സിന് ചിലപ്പോൾ കിട്ടുക, അല്ലേ? കസ്റ്റമറിൽ നിന്ന് കിട്ടുക. ഈ ചെക്കുകളൊക്കെ കസ്റ്റമർ എന്ത് ചെയ്യും, ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. ബാങ്ക് എന്ത് ചെയ്യും, അതാത് ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് കളക്ട് ചെയ്യും. ക്ലിയർ? അല്ലെങ്കിൽ ഒരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടാവും. ക്ലിയർ? ഈ ചെക്കുകളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു എഗ്രീഡ് പ്ലേസിൽ, ഒരു കോമൺ പ്ലേസിൽ ക്ലിയറിംഗ് ഹൗസ് ഉണ്ട്. അവിടെ ബാങ്കുകളുടെ പ്രതിനിധികളൊക്കെ വരും. അവിടെ വെച്ച് അത് ക്ലിയർ ചെയ്യും. എന്നിട്ട് ഈ അക്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, ഇവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ബാങ്കുകൾ കളക്ഷൻസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി. ദെൻ ഇൻസിഡൻ്റൽ ചാർജസ് ആർ ലെവീഡ് ഫോർ ആൻ അൺറെമ്യൂണറേറ്റീവ് കറണ്ട് അക്കൗണ്ട് ഫോർ ദി വർക്ക് ആൻഡ് എക്സ്പെൻസസ് ഇൻവോൾവ് ഫോർ ദ മെയിൻ്റനൻസ്. ക്ലിയർ? അതുകൊണ്ട് ബാങ്ക് ചാർജസ് നോർമലി കറണ്ട് അക്കൗണ്ടിൻ്റെ ഒരു പാർട്ടാണ്. ക്ലിയർ? സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും ചെറിയൊരു എമൗണ്ട് ബാങ്ക് ചാർജ് ഈടാക്കാറുണ്ട്. പക്ഷേ കറണ്ട് അക്കൗണ്ട്സിൽ മിക്കവാറും റെഗുലറായിട്ട് എന്തുണ്ടാവും, ബാങ്ക് ചാർജസ് ഉണ്ടാകും. കാരണം എന്താ, ബാങ്കുകൾ ഇതിൽ അല്ലേ, കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി ഒട്ടനവധി സർവീസസ്, ഒരു ദിവസം തന്നെ വളരെയധികം ഡിപ്പോസിറ്റ്സും വളരെയധികം വിഡ്രോവൽസും അതുപോലെ തന്നെ വേറെ ചില സർവീസുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് ചാർജസ് ഈടാക്കാറുണ്ട്. ഡിപ്പോസിറ്റ്സ് മേ ബി മെയ്ഡ് ബൈ പേ ഇൻ സ്ലിപ്പ് ആൻഡ് വിഡ്രോവൽസ് ബൈ ചെക്ക്. കറണ്ട് അക്കൗണ്ട്സിലെ വിഡ്രോവൽസ് ചെക്കിലൂടെയാണ് സാധാരണ ചെയ്യുക. അതുപോലെ പേ ഇൻ സ്ലിപ്പ് വഴിയാണ് നിക്ഷേപം നടത്തുക. അതുപോലെ തന്നെ ദീസ് അക്കൗണ്ട്സ് ജനറലി ഡസ് നോട്ട് അട്രാക്ട് എനി ഇൻട്രസ്റ്റ്. ഇതൊന്ന് ഇൻട്രസ്റ്റ് ഫ്രീ അക്കൗണ്ട്സ് ആണ്. ഇതിന് സാധാരണ ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല ബാങ്കുകൾ. ക്ലിയർ? ബട്ട് ഇൻ സർട്ടൺ കേസ് കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ചെറിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. 0.5%, 0.5% വീതം അങ്ങനെയുള്ള കറണ്ട് അക്കൗണ്ട്സിന് പലിശ കൊടുക്കാറുണ്ട്. ക്ലിയർ? 1%, 0.5% ഒക്കെ പലിശ കൊടുക്കാറുണ്ട്. ബട്ട് ജനറലി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡസ് നോട്ട് അലോ എനി ഇൻട്രസ്റ്റ് ടു സച്ച് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, കറണ്ട് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ക്ലിയർ? ഓപ്പണിംഗ് ഓഫ് എ സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഒരു സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട്സ് നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക? ക്ലിയർ? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? Okay, so the relationship between a banker and a customer begin immediately on the opening of an account. നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ? അപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള പ്രൊസീജിയർ എന്താണ്? സാധാരണ നമുക്ക് എന്തുണ്ടാവും, അപ്ലിക്കേഷൻ ഓൺ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം. ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടാവും. ക്ലിയർ? ആ ഫോമിൽ നമ്മൾ പർട്ടിക്കുലേഴ്സൊക്കെ ഫില്ല് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരികയാണ്, ഒരു അസൈൻമെൻറ്റ് തരികയാണ്. ക്ലിയർ? നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ബാങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള ഒരു ബാങ്കിൽ ഒഴിവുള്ള സമയത്ത് പോവുക. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം അവരുടെ ചോദിക്കുക. ക്ലിയർ? സോ ബാങ്ക് വിൽ പ്രൊവൈഡ് ക്ലിയർ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം. ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നിങ്ങൾ വാങ്ങിച്ച ശേഷം, പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നോക്കുക. ക്ലിയർ? അതിൽ കുറേയധികം പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്, ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ എന്തെല്ലാം പർട്ടിക്കുലേഴ്സാണ് വേണ്ടത്, എങ്ങനെയാണത് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഉള്ള ആളുകളടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതല്ലെങ്കിൽ ബാങ്കിലുള്ള എംപ്ലോയീസിന് ഒഴിവുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും. ക്ലിയർ? പക്ഷേ ബാങ്കിൽ പോയി ചോദിച്ചാൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ആസ്പെക്ട്സ് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. അവർക്ക് സമയമില്ലെങ്കിൽ
മറ്റുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് ചോദിച്ച് മനസ്സിലാക്കി അതെങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തുക അല്ലേ. നമ്മൾ ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെ പഠിച്ച് അല്ലേ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യാൻ നമുക്ക് അറിയില്ല, അതിൻ്റെ കണ്ടൻസ് അറിയില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അത് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സിലബസിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ക്ലിയർ, കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ വർക്ക് കൊടുക്കണം, ക്ലിയർ, അസൈൻമെൻറ്റ്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പറയണം, ക്ലിയർ, യു ഷുഡ് വിസിറ്റ് എ ബാങ്ക്, ക്ലിയർ, പ്രിഫറബിളി ഓൺ യുവർ ഓൺ ടൈം, ക്ലിയർ. നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഒരു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം വാങ്ങിക്കുക, ക്ലിയർ. അതുപോലെ സേവിങ്സ് ബാങ്കിൻ്റെ ഡിപ്പോസിറ്റോ കറണ്ട് അക്കൗണ്ടിൻ്റെ ഡിപ്പോസിറ്റൊക്കെ ചെയ്യുന്നതിന് പെയിൻ സ്ലിപ്പ് കിട്ടും. അപ്പോൾ പെയിൻ സ്ലിപ്പിൻ്റെ ഒരു ഫോം വാങ്ങിക്കാം, അതവിടെ ഫ്രീ ആയിട്ടുണ്ടാവും, അത് എടുക്കാം നിങ്ങൾക്ക് ഒരെണ്ണം, ക്ലിയർ, ചോദിച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഫോമുകളുണ്ട്, ക്ലിയർ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപ്ലിക്കേഷൻ എന്നാണ് പറയുക, അതൊരു സ്ലിപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾക്കൊരു സ്ലിപ്പ് എടുക്കുക, അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് നോക്കുക, അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, ക്ലിയർ, എന്തൊക്കെ ഡീറ്റെയിൽസാണ് അതിൽ ചോദിച്ചിരിക്കുക, ക്ലിയർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഹൗ ടു ഫിൽ ഇറ്റ് അതൊരു സ്കില്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാങ്കിങ്ങൊക്കെ പഠിച്ചിട്ട് അവസാനത്തൊന്നും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ, ക്ലിയർ. സോ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുക, ക്ലിയർ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പർട്ടിക്കുലേഴ്സ് കൊടുക്കണം, നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, അഡ്രസ് പ്രൂഫിനുള്ള ഡോക്യുമെൻ്റ് കൊടുക്കണം, അതിൻ്റെ ID നമ്പർ കൊടുക്കണം, ക്ലിയർ. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ID കൊടുക്കണം, ക്ലിയർ. ഡേറ്റ് ഓഫ് ബർത്തിൽ മെൻഷൻ ചെയ്യണം, നെയിം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നതിനുള്ള ID ഉണ്ടാവണം, ക്ലിയർ. അതിൽ ഏതെങ്കിലും 2 ID ആണ് ബാങ്ക് ചോദിക്കുക, ക്ലിയർ. നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി ഒരു IDയും അഡ്രസ്സിന് വേണ്ടിയുള്ള വേറൊരു പ്രൂഫ്, ക്ലിയർ. ഇപ്പോൾ ഈ രീതിയിൽ പേഴ്സൺസിന് ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഒന്നും, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫിന് വേണ്ടി ഒരു ID, ക്ലിയർ. ഇത് കുറേയധികം ഡോക്യുമെൻറ്റ്സ് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ തന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാകും, ക്ലിയർ. ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് അക്കൗണ്ട് ഓപ്പൺ, ക്ലിയർ. അതിൽ ആധാർ കാർഡ് ആവാം, ഇലക്ഷൻ ID ആവാം, ക്ലിയർ. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലാവാം, ക്ലിയർ. അത് അങ്ങനെ കുറേയധികം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ടെലിഫോൺ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ, ക്ലിയർ, ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെ കുറേയധികം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്, ക്ലിയർ. ദെൻ അതിൽ നിങ്ങൾ സൈൻ ചെയ്തിരിക്കണം, യു ഷുഡ് അഫിക്സ് യുവർ ഫോട്ടോഗ്രാഫ്. അതുപോലെ തന്നെ അത് നിങ്ങൾ സൈൻ ചെയ്തിരിക്കണം, ക്ലിയർ. അതുപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ. നിങ്ങളുടെ അക്കൗണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയോ അല്ലെ ഇൻകപ്പാസിറ്റി വരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ആർക്കാണ് കൊടുക്കേണ്ടത്, ക്ലിയർ. അപ്പോൾ നോമിനി എന്ന് പറയും. അപ്പോൾ നോമിനിയുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഓക്കെ. നോമിനേഷൻ എന്നാണ് പറയുക. മൈനറാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിൽ ഗാർഡിയൻ്റെ സിഗ്നേച്ചറിനുള്ള കോളം ഉണ്ടാകും. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളാണ്. അപ്പോൾ ഫോം വാങ്ങിച്ച് നോക്കുക. ദെൻ ഇൻട്രഡക്ഷൻ ടു ദി അപ്ലിക്കൻറ്റ്, ക്ലിയർ. അപ്ലിക്കൻറ്റിൻ്റെ ഇൻട്രഡക്ഷൻ, ക്ലിയർ. സാധാരണ ഒരു സേവിങ്സ് ബാങ്കൊക്കെ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് ബാങ്കിന് അറിയില്ല. അതുകൊണ്ട് പലപ്പോഴും ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ ഒരു കോളം കൂടെ ഉണ്ടാകും. എന്താണത്? ഇൻട്രഡക്ഷൻ പേജ് ലാസ്റ്റ് ആയിട്ടാണ് അത് വരിക, ക്ലിയർ. ഏതെങ്കിലും നിലവിലുള്ള ബാങ്കിന് അറിയാവുന്ന ഒരു കസ്റ്റമറെ കൊണ്ട് നമ്മളെ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം, ക്ലിയർ. ഇന്ന വ്യക്തിയെ എനിക്ക് അറിയാം, ക്ലിയർ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ട് നമ്പറും പേരും എഴുതിയിട്ട് സൈൻ ചെയ്യും. ഇതാണ് ഇൻട്രഡക്ഷൻ എന്ന് പറയുക, ക്ലിയർ. അപ്പോൾ നമ്മുടെ അപ്ലിക്കൻറ്റിനെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അപ്ലിക്കൻറ്റിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കോളാണ്, ക്ലിയർ. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് അത് ചെയ്യാൻ പറ്റും, ഓക്കെ. ഇപ്പോൾ ഏത് കസ്റ്റമറും ആവാം, ഓക്കെ. ദെൻ ഒബ്റ്റൈനിങ് സ്പെസിമെൻ സിഗ്നേച്ചർ. ദെൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഇൻട്രഡക്ഷൻ ഓഫ് അപ്ലിക്കൻറ്റിൽ ഒരു പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് ഒരു ബാങ്ക് കസ്റ്റമറിനെ കിട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമറിനെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ കേസസിൽ എന്ത് ചെയ്യാറുണ്ട്? അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനൊക്കെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അവിടെയൊക്കെ എന്ത് ചെയ്താൽ മതി? അവിടെ സീലും അതുപോലെ തന്നെ കൗണ്ടർ സൈൻ, അല്ലേ? ഇപ്പോൾ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ സീലും സിഗ്നേച്ചറോട് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ മതിയാവും, ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻട്രഡക്ഷന് ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. ദെൻ ഒബ്റ്റൈനിങ് സ്പെസിമെൻ സിഗ്നേച്ചർ. ഇപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ തന്നെ സിഗ്നേച്ചറിന് കോളം ഉണ്ടാവും, ക്ലിയർ. അപ്പോൾ സാധാരണ ഇതിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ രീതിയിൽ ചിലപ്പോൾ സൈൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒറ്റ സിഗ്നേച്ചർ മാത്രമല്ല കൊടുക്കുക, പിന്നെ എന്ത് ചെയ്യാണ്ട് അതിനെ സ്പെസിമെൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്, ക്ലിയർ. ഒരു 3 കോളം കൊടുത്തിട്ടുണ്ടാവും, ക്ലിയർ. അപ്പോൾ 3 കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ചെയ്യാം, ക്ലിയർ. ഒന്നുകിൽ സിമിലറായിട്ട് തന്നെ 3ലും സൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ എങ്ങനെയൊക്കെയാണോ സൈൻ ചെയ്യുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? 3 കോളത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സിഗ്നേച്ചർ നോക്കിയിട്ടാണ് പിന്നീട് നമ്മുടെ ചെക്കോ അല്ലേ നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ വരുമ്പോൾ ബാങ്ക് നമ്മൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക, ക്ലിയർ. അതിന് വേണ്ടിയിട്ടാണ് സ്പെസിമെൻ സിഗ്നേച്ചർ, ക്ലിയർ. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സിഗ്നേച്ചർ സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ് ആയിരിക്കും കൊടുക്കുക, അതിലാണ് ഇത് വാങ്ങിക്കുക. സാധാരണ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഹോൾഡേഴ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇത് തന്നെയാണ്, ഈ ഫോമിൽ തന്നെ അത് വാങ്ങിക്കും. ദെൻ റിസീവിങ് ഇനീഷ്യൽ ഡിപ്പോസിറ്റ്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഇനീഷ്യൽ ഡിപ്പോസിറ്റ് ആദ്യമായിട്ട് അടയ്ക്കണം,
ക്ലിയർ. അതിന് ഇനീഷ്യൽ ഡിപ്പോസിറ്റ് എന്ന് പറയാം. ക്ലിയർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 100 രൂപയാണ് മിനിമം വേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ചില ബാങ്കിൽ അത് 200 രൂപയായിരിക്കാം. അപ്പോൾ അങ്ങനെ എത്രയാണോ മിനിമം എമൗണ്ട് അത്രയെങ്കിലും അടയ്ക്കണം. അപ്പോൾ മിനിമം ആണത്. ക്ലിയർ. ഫോർ എക്സാമ്പിൾ ഒരാൾ 1000 രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ചു ആദ്യം തന്നെ, നോ എന്ന് പറയില്ല. ക്ലിയർ. മിനിമം 100 രൂപയെങ്കിലും വേണം. ക്ലിയർ. കൂടുതൽ എത്ര വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം ഇനീഷ്യലായിട്ട്. ഓക്കെ. പക്ഷേ ചെക്ക് വേണ്ട ഒരു ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, മിനിമം 1000 റുപ്പീസാണ് ആദ്യം ഇനീഷ്യൽ ഡിപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കുക. ക്ലിയർ. ഓപ്പണിംഗ് ഓഫ് എൻ അക്കൗണ്ട്, ഇത് ഇത്രയും ഒക്കെ ചെയ്ത് നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമും ഇതെല്ലാം ചെയ്ത് ക്ലിയർ ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം പൈസ എമൗണ്ടുമായിട്ട് നമ്മൾ ബാങ്കിൽ പോവുകയാണെങ്കിൽ അല്ലേ, അവരത് വാങ്ങിച്ച് ID പ്രൂഫും വേണം നമ്മുടെ കയ്യിൽ. ക്ലിയർ. അതിൻ്റെ കോപ്പീസും സെൽഫ് അറ്റസ്റ്റ് കോപ്പീസും വേണം. ക്ലിയർ. ഇതെല്ലാം ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വെരിഫൈ ചെയ്ത ശേഷം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. നമുക്കൊരു അക്കൗണ്ട് നമ്പർ തരും. ക്ലിയർ. ഈ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് റെമിറ്റ് ചെയ്യേണ്ടത്, ആദ്യത്തെ ഇനീഷ്യൽ ഡിപ്പോസിറ്റ് റെമിറ്റ് ചെയ്യേണ്ടത്. അതോടുകൂടി അക്കൗണ്ട് ഓപ്പൺഡ് ആയി. ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം വി വിൽ ബി ഗിവൺ വിത്ത് ക്ലിയർ എ പാസ്ബുക്ക്. ക്ലിയർ. പാസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സീൽ ചെയ്ത് ക്ലിയർ. അതുപോലെ തന്നെ ബേസിക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മുടെ ബേസിക് പർട്ടിക്കുലേഴ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്ത് തരും. നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ അല്ലേ, ബ്രാഞ്ചിൻ്റെ പേര് അഡ്രസ്സൊക്കെ ഉണ്ടാവും, നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ ഉണ്ടാവും, നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും. ക്ലിയർ. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും, അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടായിരിക്കും ഇത് പ്രിൻ്റ് ചെയ്ത് വരിക. അതുപോലെ തന്നെ ചെക്ക് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ചെക്ക് റിക്വസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ തരും. ഇനി ഇപ്പോഴെല്ലാം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ തന്നെ സർവീസസിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ക്ലിയർ. ദർ വിൽ ബി എ കോളം. ക്ലിയർ. സർട്ടൻ കോളംസ് റിലേറ്റഡ് ടു സർവീസസ് റിക്വയർഡ്. ക്ലിയർ. ഈ സർവീസസ് റിക്വയർഡ് എന്താ, നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് ഉണ്ട് അല്ലേ, നെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും യെസ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിനുള്ള യൂസർ ID പാസ്വേഡ് കൂടെ പിന്നീട് തരും. ക്ലിയർ. അതുപോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ടോ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ATM കാർഡ് ആവശ്യമുണ്ടെങ്കിൽ ATM കാർഡിൽ നമ്മൾ ടിക്ക് ചെയ്യണം. ക്ലിയർ. ഇങ്ങനെ നമ്മുടെ റിക്വയർമെൻ്റ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി സർവീസസിന് വേണ്ടിയുള്ള കോളം അതൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇത് തരും. ഓക്കെ. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ചിലപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്നതിന് കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സമയം ഉണ്ടാവും. ക്ലിയർ. അത് നമുക്ക് മെയിലായിട്ട് നമ്മൾ പോസ്റ്റലായിട്ടാണ് നമുക്ക് അയച്ചു തരിക. ക്ലിയർ. നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അത് വരും. ഓക്കെ. അതുപോലെ ചെക്ക് ബുക്ക് നമുക്ക് ഒരുപക്ഷെ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് തരും, അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ എന്ത് ചെയ്യും, നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു തരും. ഇതൊക്കെയാണ് സാധാരണ ഇതിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുക എന്താ, അക്കൗണ്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ, ഡിപ്പോസിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ വിഡ്രോവൽ ചെയ്യണം. ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേ ഇൻ സ്ലിപ്പുകളാണ്. ക്ലിയർ. പേ ഇൻ സ്ലിപ്സ് എന്നാണ് പറയുന്നത്. എൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലിപ്പ്. എന്താണ് പേ ചെയ്യുക, എമൗണ്ട് പേ ചെയ്യുക. ഇപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എന്താവും, അത് ഡിപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവും. ക്ലിയർ. ഇങ്ങനെ പേ ഇൻ സ്ലിപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ക്ലിയർ. അപ്പോൾ പേ ഇൻ സ്ലിപ്പിൽ നമ്മുടെ പേര്, അക്കൗണ്ട് നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കേണ്ട, എമൗണ്ട് ചോദിക്കേണ്ട, അതിൻ്റെ ഡിനോമിനേഷൻ ചോദിക്കണം. ക്ലിയർ. വേർഡ്സിലും ഫിഗറിലും നമ്മൾ എമൗണ്ട് എഴുതണം, സൈൻ ചെയ്യണം. ക്ലിയർ. എന്നിട്ട് ബാങ്കിൽ കൊടുക്കണം. ഇങ്ങനെ ഒരു പേ ഇൻ സ്ലിപ്പ് ബാങ്കിൽ ഉപയോഗിക്കുന്നുണ്ടാകും. ക്ലിയർ. ഇതിൽ കറണ്ട് അക്കൗണ്ടിന് വേറെ പേ ഇൻ സ്ലിപ്പ് ആയിരിക്കാം, SBI അക്കൗണ്ട് ആണെങ്കിൽ വേറെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഫോമിൽ തന്നെ രണ്ടിനുള്ള കോളം കൊടുത്തിട്ടുണ്ടാകും. ക്ലിയർ. കറണ്ട് അക്കൗണ്ടാണോ സേവിങ്സ് അക്കൗണ്ടാണോ ചോദിച്ചിട്ടുണ്ടാകും. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു പേ ഇൻ സ്ലിപ്പ് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നോക്കുക, അതിൻ്റെ ഫോം എന്താണ്, അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. ക്ലിയർ. ചോദിക്കുക. ഓക്കെ. അതിനൊരു കൗണ്ടർ ഫോയിലും ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ ഈ കൗണ്ടർ ഫോയിൽ എന്താവും, അതിലും ചെറിയ കുറച്ച് ഈ ഡീറ്റെയിൽസ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതും. ക്ലിയർ. അപ്പോൾ നമ്മൾ പേ ഇൻ സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ കൗണ്ടറിൽ കൊണ്ട്, ക്യാഷ് കൗണ്ടറിൽ കൊണ്ട് എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ റെമിറ്റൻസിന് തെളിവായിട്ട് എന്ത് ചെയ്യും, അവർ ഈ പേ ഇൻ സ്ലിപ്പിൻ്റെ കൗണ്ടർ ഫോയിൽ നമുക്ക് തരും, അതിൽ സീൽ വെച്ച് സൈൻ ചെയ്ത് തരും. ക്ലിയർ. സോ ഇറ്റ് ഈസ് എൻ എവിഡൻസ്. ഇപ്പോൾ നമ്മൾ പാസ്ബുക്ക് കൊണ്ടുപോയില്ലെങ്കിൽ പോലും നമുക്ക് പേ ഇൻ സ്ലിപ്പ് പേ ചെയ്തതിന് തെളിവായിട്ട് ഇത് നമുക്ക് എടുക്കാം. ക്ലിയർ. ഇത് അതുപോലെ ചെക്ക് മുഖേനയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ക്ലിയർ, അവിടെ നമുക്ക് എന്തുണ്ടാവും, ചെക്ക് ബുക്കാണ് തരിക. ക്ലിയർ. അപ്പോൾ ചെക്ക് ബുക്ക് എന്തുണ്ടാവും, ഒരു 20 ലീവ്സ് അല്ലേ, കുറേ ചെക്കുകളായി 20 ചെക്കുകൾ അടങ്ങുന്ന ഒരു ബുക്കായിട്ടാണ് തരിക. ഓക്കെ. ഇങ്ങനെ തരുന്ന ചെക്ക് ലീഫിൽ നിന്നും ചെക്ക് ബുക്കിൽ നിന്നും നമുക്ക് ഓരോ ലീഫായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. ക്ലിയർ. അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് A എന്ന് പറഞ്ഞ ഒരാൾക്ക് B എന്ന് പറഞ്ഞ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, അവരുടെ പേര് എഴുതിയിട്ട് അത്ര എമൗണ്ട് എഴുതി സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് മാറാം. ഇനി നമ്മൾക്ക് തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ പേര് തന്നെ എഴുതിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന് സെൽഫ് ചെക്ക് എന്ന് പറയും. ക്ലിയർ.
നമ്മുടെ പേ ടു എന്ന് പറഞ്ഞിട്ടൊരു കുറേ ഡാഷ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻറ്റ് ചെയ്യേണ്ട ആളുകളുടെ പേര് എഴുതുക. ക്ലിയർ? അപ്പോൾ ആ പേര് എഴുതുന്ന ആ ഭാഗത്ത് നമ്മൾ സെൽഫ് എന്ന് എഴുതിയാലും മതി. നമ്മുടെ തന്നെ വിഡ്രോ ചെയ്യാണ്, നമ്മുടെ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യാണ്. ക്ലിയർ? പിന്നെ സെൽഫ് ചെക്ക് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചു വരും, വാട്ട് യു മീൻ ബൈ സെൽഫ് ചെക്ക്? എന്താ സെൽഫ് ചെക്ക്? സെൽഫ് ചെക്ക് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ചെക്ക്, അല്ലേ, ഇഷ്യൂഡ് ബൈ ദി കസ്റ്റമർ ഹിംസെൽഫ് ഫോർ വിഡ്രോയിങ്. ക്ലിയർ? ബൈ ഹിംസെൽഫ്. അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ചെക്കിൽ സെൽഫ് ചെക്ക് എന്നാണ് പറയുക. ക്ലിയർ? വേണമെങ്കിൽ അയാളുടെ പേര് എഴുതിയിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ സെൽഫ് എന്ന് എഴുതിയിട്ടും കൊടുക്കുക, സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ദെൻ വേറൊരാൾക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ഇഷ്യൂ ചെയ്യുന്ന ആളുടെ പേര് എഴുതിയിട്ട്, ആർക്കാണോ പൈസ കൊടുക്കേണ്ട അവരുടെ പേര് എഴുതിയിട്ടാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? ചെക്ക് ബുക്കിൽ ലീഫ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏകദേശം അവസാന ലീഫിൻ്റെ 1-2 ലീഫ് മുമ്പായിട്ട്, ക്ലിയർ, ചെക്ക് ബുക്ക് റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലിപ്പ് ഉണ്ടാവും. ക്ലിയർ? ആ സ്ലിപ്പ് നമുക്ക് ഈ ചെക്ക് ബുക്കിൻ്റെ ലീഫുകൾ കഴിയാറാവുമ്പോൾ, എന്താ ഈ ചെക്ക് ലീഫ് എന്ന് പറഞ്ഞാൽ ഓരോരോ ചെക്കിൻ്റെ ചെറിയ ഷീറ്റുകൾക്കാണ് നമ്മൾ ലീഫ് എന്ന് പറയുക. ഇങ്ങനെ 10-20 കൂടെ ചേർത്ത് സ്റ്റാപ്പിൾ ചെയ്തിട്ടായിരിക്കും നമുക്കൊരു ബുക്കായിട്ട് തരിക. ക്ലിയർ? അപ്പോൾ അതിൽ ഒരു 15-18 കഴിയുമ്പോൾ ഈ റിക്വസിഷൻ സ്ലിപ്പ് ഉണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുതിയത് നമുക്ക് ചെക്ക് ബുക്ക് തരും. ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ളതാണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ പാസ്ബുക്ക് അതുപോലെ തന്നെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് അത് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഡിപ്പോസിറ്റ്സും വിഡ്രോവൽസും, അതെല്ലാം നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റും നമ്മൾ ചാർജ് ചെയ്യുന്ന ബാങ്ക് ചാർജസും ഒക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു റെക്കോർഡായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? പാസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പാസ്ബുക്കിൽ എന്ത് ചെയ്യും? സാധാരണ കോളം. അപ്പോൾ ഇതും നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ് കേട്ടോ. എന്താണത് അസൈൻമെൻറ്റ്? നിങ്ങൾ ഒരു ചെക്കിൻ്റെ ലീഫ് എടുക്കുക. ക്ലിയർ? ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ചെക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ, അത് തന്നെ നോക്കിയാലും മതി. അതെടുത്ത് നോക്കിയിട്ട് അതിലെന്താണ് കോളം, അല്ലേ? അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും പേ ടു. ക്ലിയർ? എന്നിട്ട് കുറേ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആൾക്കാരുടെ പേരാണ് എഴുതേണ്ടത്. ക്ലിയർ? ടു ദ ഓർഡർ ഓഫ്, അല്ലേ? അങ്ങനെ കുറേ കണ്ടൻസ് ഉണ്ട്. നമ്മളിതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും കേട്ടോ. ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക്. അവിടെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു ചെക്ക് എന്താണ്, അതിൽ എങ്ങനെയാണ് സൈൻ ചെയ്യുക, എമൗണ്ട് എങ്ങനെ കാണിക്കണം, വേർഡ്സും ഫിഗേഴ്സിൽ എങ്ങനെ കാണിക്കണം, എവിടെയാണ് സൈൻ ചെയ്യേണ്ടത്, ക്ലിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഒരു പാസ്ബുക്ക്, അല്ലേ, എടുത്ത് നോക്കുക, അതിലുള്ള കോളം എന്തൊക്കെയാണ്. ക്ലിയർ? പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ലേ? അതിന് സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ പേജസിൽ എന്തൊക്കെയാണ് കോളം ഉണ്ടാവുക? സാധാരണ ഡേറ്റിനൊരു കോളം ഉണ്ടാവും, പർട്ടിക്കുലേഴ്സിനൊരു കോളം ഉണ്ടാവും, ക്ലിയർ, ഡെബിറ്റിനൊരു കോളം ഉണ്ടാവും, ക്രെഡിറ്റിനൊരു കോളം ഉണ്ടാവും, ദെൻ ബാലൻസിനൊരു കോളം ഉണ്ടാവും. ക്ലിയർ? ചില കേസിൽ ഡെബിറ്റ് ക്രെഡിറ്റിന് പകരം ഡിപ്പോസിറ്റ് എന്നും വിഡ്രോവൽസ് എന്നും ആയിരിക്കും കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാലൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ കോളംസ് വരിക. ക്ലിയർ? അപ്പോൾ അതിലായിരിക്കും ഇങ്ങനെയായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുക. ഓക്കെ. ഒരു പാസ്ബുക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? പാസ്ബുക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ പുതിയ പാസ്ബുക്ക് ഇഷ്യൂ ചെയ്ത് തരും. ഓക്കെ. അതുപോലെ തന്നെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റിക്വസിഷൻ സ്ലിപ്പാണ്. അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോമും വാങ്ങിക്കുക. ക്ലിയർ? അപ്പോൾ അതിൽ അപ്ലിക്കൻറ്റിൻ്റെ പേര്, ആർക്കാണ് കൊടുക്കേണ്ടത് അവരുടെ പേര്, ക്ലിയർ, ആരുടെ പേരിലാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത് അവരുടെ പേര്, ഓക്കെ, ഏത് ബാങ്കിലാണ് അത് മാറേണ്ടത് ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ പേര്, ക്ലിയർ, എത്ര എമൗണ്ടാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും ജസ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ. സോ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് നിശ്ചിത പീരീഡ് വരെയുള്ള, അല്ലേ, നിശ്ചിത കാലയളവ്, 1 വർഷം മുതൽ പല വർഷങ്ങളെ, 1 വർഷം തന്നെ വേണമെന്നില്ല, 30 ഡേയ്സിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, 45 ഡേയ്സ്, 90 ഡേയ്സിനൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? 180 ഡേയ്സ്, അല്ലെങ്കിൽ 364 ഡേയ്സ്, അല്ലെങ്കിൽ 1 ഇയർ, 2 ഇയർ, 5 ഇയേഴ്സ്, ക്ലിയർ, 10 ഇയേഴ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് പീരീഡ്സിലേക്ക് നമുക്ക്, ക്ലിയർ, ഒരു ടെന്യൂർ ബേസ്ഡ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. അപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ചെയ്യുന്നതിന് തെളിവായിട്ട് പാസ്ബുക്ക് കൊടുക്കുന്നതിന് പകരം എന്താ ചെയ്യുക? ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റാണ് കൊടുക്കുക. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് an FDR. So what is an FDR? Fixed deposit receipt. Clear? It is an acknowledgement of deposit received by the bank. Clear? അത് അതിൽ എന്ത് കാണിച്ചിട്ടുണ്ടാവും? ആരാണ് ഡിപ്പോസിറ്റ് ചെയ്തത്, എത്ര എമൗണ്ടാണ് ഡിപ്പോസിറ്റ് ചെയ്തത്, എത്രയാണ് അതിൻ്റെ ടേം, അല്ലേ, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഏതാണ്, അല്ലേ, ഏത് ദിവസമാണ് അത് മെച്യൂർ ആവുക, എത്രയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി എമൗണ്ട് എത്രയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ടാവും. ക്ലിയർ? ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ റെസീറ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അത് അയാൾക്ക് മാത്രം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ചില കേസിൽ അതിന് നോമിനീസിനെ വിഡ്രോൾ ചെയ്യാം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ക്ലിയർ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്
റെസീപ്റ്റുകൾ കൊടുക്കപ്പെടും. ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് അക്കൗണ്ട് വെയറിൻ ക്ലിയർ the customer will make deposit clear for a fixed term of maturity clear, fixed period of time. അതുകൊണ്ട് ഇതിനെ ടേം ഡിപ്പോസിറ്റ് എന്ന് കൂടെ പറയും. ക്ലിയർ, ഒരു പർട്ടിക്കുലർ ടേമിലേക്ക് വേണ്ടിയിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ, 1 ഇയർ 2 ഇയർ 3 ഇയർ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ടേം ഡിപ്പോസിറ്റ് എന്ന് കൂടെ പറയുന്നു. ക്ലിയർ, ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പൊതുവെ എന്തായിരിക്കും, മറ്റുള്ള ഡിപ്പോസിറ്റ്സിനേക്കാളും കൂടുതലായിരിക്കും. ക്ലിയർ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഡിപ്പോസിറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ വിഡ്രോവൽസ്, പ്രീമേച്വർ വിഡ്രോവൽ സാധാരണ പെർമിസിബിൾ അല്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രീമേച്വർ ആയിട്ട് ഇതിനെ ക്ലോസ് ചെയ്യാം. ക്ലിയർ, പ്രീമേച്വർ ക്ലോസിംഗ് വിൽ ബി അലൗഡ്. ക്ലിയർ, ഇടയിൽ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ അനുവദിക്കില്ല, ക്ലോസ് ചെയ്യാൻ വേണമെങ്കിൽ. എങ്ങനെ, അപ്പോൾ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ 5 ഇയേഴ്സിന് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു, 3 ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യണം. നമുക്ക് വിഡ്രോ ചെയ്യാം, പക്ഷേ അതിന് 1 വർഷത്തേക്ക് വരെയുള്ളതാണെങ്കിൽ 1 വർഷം വരെയുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അതിനേക്കാളും ചെറിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ക്ലിയർ എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റ് കൂടെ തന്നിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ക്ലിയർ, ഇങ്ങനെ ചെറിയൊരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻട്രസ്റ്റ് കൂടെ തന്നിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എടുത്ത് നോക്കുക അതിൻ്റെ കണ്ടൻറ് എന്താണ്. ക്ലിയർ, അതല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സിലോ അല്ലെ ആരുടെയെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ അതിൻ്റെ ഒരു ഇമേജ് ക്ലിയർ എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ ഒക്കെ ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുക അതിൻ്റെ കണ്ടൻറ് എന്താണ്, ക്ലിയർ അതെങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, so these are some of the information related to bank accounts, bank customers and different types of account. Then opening and operating a fixed deposit account. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നോക്കാം. ക്ലിയർ.